Hi students, welcome back to Veranda Race മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആശിഷ്. സോ നമുക്കറിയാം അല്ലേ, ഇപ്പം എസ് എസ് സിയുടെ വെൻഡറൊക്കെ ഒന്ന് മാറിയായിരുന്നു. അപ്പോൾ നമ്മൾ സെലക്ഷൻ പോസ്റ്റിലും സ്റ്റെനോഗ്രാഫറിലൊക്കെ ഒന്ന് രണ്ട് പുതിയ ടോപ്പിക്സ് റീസണിങ്ങിൽ കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ടോപ്പിക്കായിരുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് അത്യാവശ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം നോർമലി നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ തരണം അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ഇനി വരുന്ന എസ് എസ് സിയുടെ എക്സാമിൽ വന്നാൽ നമുക്കതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എന്തൊക്കെ കൺസെപ്റ്റ് അതിനകത്തുണ്ട്, അതെല്ലാം നമുക്ക് ഇൻ ഡീറ്റെയിൽ ഇന്നത്തെ സെഷനിൽ വന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ എന്നാൽ തുടങ്ങാം അല്ലേ. സെഷൻ എന്നാൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു ബേസിക്സ് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചോദ്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഇതിനകത്തും നമുക്കറിയാം ക്വസ്റ്റിൻ്റെ ഒരു ഫോം നമ്മൾ നോക്കുന്നുണ്ട്. ഒരു ഇൻപുട്ട് കാണും, അപ്പം അതിനെ അവരൊരു 5 to 6 സ്റ്റെപ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പാറ്റേണിൻ്റെ ഒരു ഫോമിൽ ഒന്ന് അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് വേറൊരു ഇൻപുട്ട് തന്നിട്ട് എന്ത് ചെയ്യും, നമ്മളോട് ആ ഇൻപുട്ടിനെ അതേ പാറ്റേൺ അനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, നോർമലി ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യനകത്ത് കൂടുതലും നമുക്ക് അവർ ഫിക്സ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്പേഴ്സ് വരുന്നുണ്ട്, നമ്പേഴ്സ് വെച്ചുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്പേഴ്സ് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണ് പാറ്റേൺസ് വരാൻ സാധിക്കുന്നത്. കൂടുതൽ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒന്ന് നമ്പേഴ്സിനെ അവർ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, നമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യാം, വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്, ഡിസെൻഡിങ് ഓർഡറിലും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്പേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഒന്ന് അസെൻഡിങ് ഓർഡർ, ഒന്ന് ഡിസെൻഡിങ് ഓർഡർ. പിന്നെ ഓബ്വിയസ്ലി വേറെ എന്താ ഓപ്ഷൻസ് ഉള്ളത്, ഈവൻ നമ്പേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സിൻ്റെ ബേസിസിലും അറേഞ്ച് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം ചിലപ്പോൾ ഈവൻ നമ്പേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഓഡ് നമ്പേഴ്സ് എല്ലാം, അതും അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ, അങ്ങനെ ഒരു കോമ്പിനേഷന് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ കുറച്ചൊരു ടഫാക്കാൻ നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഒരു പാറ്റേൺ വരും. വെച്ചാൽ പ്രൈം നമ്പേഴ്സിനെ ആദ്യം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫോമിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. പക്ഷെ കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ട് ടൈപ്പിനാണ് സാധ്യത. നമ്പേഴ്സ് ആണെങ്കിൽ കൂടുതലും അവരെ നമ്മൾ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഒരു പാറ്റേണും പോസിബിൾ ആണ്. ഒന്ന് അതെന്താണെന്ന് വെച്ചാൽ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സം ഓഫ് ഡിജിറ്റ്സിൻ്റെ ബേസിസിലും ആവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സം ഓഫ് ഡിജിറ്റ് ഉള്ള നമ്പർ ഏതാണോ അതിനെ ചിലപ്പോൾ അവർ ഫസ്റ്റ് അറേഞ്ച് ചെയ്യും, അതും വരും കേട്ടോ. അപ്പോൾ അതൊരു ഓപ്ഷനാണ്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്താണോ. സം ഓഫ് ഡിജിറ്റ് വെച്ചിട്ടും ആവാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ടൈപ്പിൽ നിന്നാണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് നമ്പേഴ്സിനെ ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലായിരിക്കും കൂടുതലും അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് താഴെയുള്ള കോമ്പിനേഷൻസും പോസിബിളാണ്. ഓക്കെ, ഇനി നമ്മൾ വേർഡ്സ് നോക്കുവാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ വേർഡ്സ് വെച്ചിട്ടുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ എങ്ങനെ വരും അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വേർഡ്സ് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കൂടുതലും, വേർഡ്സ് വെച്ചിട്ടാണല്ലോ ഏറ്റവും ബേസിക് ടൈപ്പ് ഏതായിരിക്കും, ആൽഫബറ്റിക്കൽ ഓർഡർ കേട്ടോ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം, വേർഡ്സിനെ അറേഞ്ച് ചെയ്യാം. സോ ചിലപ്പം ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ നേരെ തിരിച്ചാക്കും. ദാറ്റ് ഈസ് റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യാം, റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യാം, നമ്മുടെ അറേഞ്ച്മെൻറ്റ് വരാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഇത് തന്നെയാണ്, കൂടുതലും ആൽഫബറ്റിക്കൽ ഓർഡർ, നോർമൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേർഡ്സ് അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അവരെ റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ചിലപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടിൽ ചിലപ്പം നമ്പേഴ്സ് മാത്രമായിരിക്കും, ചിലപ്പോൾ വേർഡ്സ് മാത്രമായിരിക്കും, ചിലപ്പോൾ നമ്പേഴ്സ് ആൻഡ് വേർഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻലി നമ്മൾ കൺസെപ്റ്റ് വൈസ് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, ടാക്കിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാം അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണതില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ഒരു സെറ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റ്. അപ്പോൾ നോക്കിയാൽ നോക്കി ഈ ഒരു ഫോമിലായിരിക്കും കാണുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നോക്കി, നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്, നോക്കി ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു 6 സ്റ്റെപ്പിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാറ്റേൺ ഫോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതൽ ഇവർ ചെയ്യുന്നത് ഈ രണ്ട് എൻഡിലാണ് ഇവരെ ഫിക്സ് ചെയ്ത്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ചേഞ്ചസ് കൂടുതൽ കാണുന്ന എവിടെയാണ്, രണ്ട് എൻഡിലായിരിക്കും. അപ്പോൾ ആദ്യം ഓരോ സ്റ്റെപ്പ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ എന്താ ചേഞ്ച് ഉള്ളത്, ഞാൻ പറയാം രണ്ട് എൻഡ് ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നോക്കിയേ,
ഇവിടെ 22നെ അവർ അറേഞ്ച് ചെയ്തു അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് 22 ഇവിടെ ആയിരുന്നു ഇൻപുട്ടിൽ. സ്റ്റെപ്പ് 1 വന്നപ്പോൾ റൈറ്റ് നമ്മുടെ ലെഫ്റ്റ് എൻഡിൽ 22നെ പ്ലേസ് ചെയ്തു. ഇനി റൈറ്റ് എൻഡിൽ എന്താ ചേഞ്ച് നോക്കിയേ. റൈറ്റ് എൻഡിൽ നോക്കി ഡിഫീറ്റ് എന്ന് പറഞ്ഞ വേർഡ് ഇവിടെ കിടന്നു ഇൻപുട്ടിൽ. അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റെപ്പ് 1 വന്നപ്പോൾ എവിടെ വന്നു, ഇവിടെ വന്നു കേട്ടോ. ഓക്കെ, ഇത് വെച്ച് ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയാൽ 22ൻ്റെ ഇപ്പുറത്തോട്ട് എന്ത് ഫിക്സ് ചെയ്തു, 34. അത് കഴിഞ്ഞ് ഡിഫീറ്റിൻ്റെ ഇപ്പുറത്ത് എന്ത് വന്നു, ഇങ്ക് കേട്ടോ. സ്റ്റെപ്പ് 3 നോക്കി 56 നമ്പർ ഇവിടെ, ലൈറ്റ്സ് ഇവിടെ കേട്ടോ. പിന്നെ നോക്കി 78 ഇവിടെ, ഓൺലൈൻ ഇവിടെ, പിന്നെ 87 ഓറഞ്ച്, പിന്നെ ലാസ്റ്റ് റേഞ്ച് ഇവിടെ വെച്ചു നമ്പർ 19 അല്ലേ. അപ്പോൾ നമ്പേഴ്സിൻ്റെ ബേസിസ് നോക്കിയാൽ ഈസിയാണ്. നോക്കി ആദ്യം 22, 34, 56, 78, 87, 19. അപ്പോൾ നമ്പേഴ്സിന് എന്ത് ചെയ്തു, നമ്മുടെ നോർമൽ അല്ലേ, ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. വേർഡ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്, വേർഡ്സ് നോക്കി ആദ്യം അവർ അറേഞ്ച് ചെയ്ത വേർഡ് ഡിഫീറ്റ് ആയിരുന്നു, പിന്നെ ഇങ്ക്, ലൈറ്റ്സ്, ഓൺലൈൻ, ഓറഞ്ച്, റേഞ്ച്. അപ്പോൾ ഇത് നോക്കി ആൽഫബറ്റിക്കൽ ഓർഡർ അല്ല, ആദ്യം ഇതിൽ ഡി ആ വരുന്നത്, പിന്നെ ഇങ്ക്, ലൈറ്റ്സ്, ഓൺലൈനും ഓറഞ്ചിലും ഓ ആ. പക്ഷേ നമ്മൾ നോക്കിയാൽ സെക്കൻഡ് ആൽഫബറ്റ് നോക്കിയേ, ഇവിടെ എന്നും ഇവിടെ ആറുവാ. അപ്പോൾ ഒബ്വിയസ്ലി ഓൺലൈൻ അടുത്ത് വരേണ്ടത്, പിന്നെ ഓറഞ്ചും പിന്നെ റേഞ്ചും അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഒരു നമ്പറിനെ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തു, നമ്മുടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ ഒരു സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്, ഒരു സ്റ്റെപ്പിൽ ലെഫ്റ്റ് എൻഡിൽ ഒരു നമ്പറിനെ നമ്മൾ പ്ലേസ് ചെയ്തു, റൈറ്റ് എൻഡിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒരു നമ്പർ ഒരു വേർഡിനെ പ്ലേസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു 6 സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ഇൻപുട്ട് പ്ലേസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഡൗട്ട്സ് വരാം. ഇപ്പം നമുക്ക് തരുന്ന ഇൻപുട്ടിലും 6 സ്റ്റെപ്പ് തന്നെ കാണുന്ന നിർബന്ധമുണ്ടോ, നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എത്ര വേർഡ്സും എത്ര നമ്പേഴ്സും ഉണ്ട്. ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, 3, 6, 6 നമ്പേഴ്സും 6 വേർഡ്സും ആണുള്ളൂ. അതുകൊണ്ടാണ് 6 സ്റ്റെപ്പ് തരുന്നത്. ഇപ്പോൾ 7 നമ്പറും 7 വേർഡും ആയിരുന്നെങ്കിൽ 7 സ്റ്റെപ്പായി. ഇപ്പം 8 നമ്പറും 8 വേർഡും ആണെങ്കിൽ 8 സ്റ്റെപ്പാവും. അപ്പം നമുക്ക് തരുന്ന ഡേറ്റ വെച്ചിട്ട് സ്റ്റെപ്സ് എപ്പോഴും വേരി ചെയ്യും കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം 6 സ്റ്റെപ്പ് എപ്പോഴാണ് ഉള്ളത്, 6 നമ്പേഴ്സും 6 വേർഡ്സും ഉള്ളപ്പോഴാണ് 6 സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഇൻപുട്ട് നമുക്ക് തരുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതായിരിക്കും ഒരെണ്ണം ചോദിക്കുന്നത്, വാട്ട് വിൽ ബി ഹൗ മെനി സ്റ്റെപ്സ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദിസ് ഇൻപുട്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതിനകത്ത് എത്ര നമ്പറും എത്ര വേർഡും ഉണ്ടെന്ന് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഈസിലി അത് പ്രഡിക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിസിൽ ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാണ് എങ്ങനെ ഇവർ പ്ലേസ് ചെയ്തേക്കുന്നത്, നമ്പറിനെ ഇവർ അകത്തോട്ട് പ്ലേസ് ചെയ്തുകൊണ്ടേ പോയി കേട്ടോ. കാരണം ആദ്യം 22, പിന്നെ അതിൻ്റെ പുറകെ 34 വന്നു. വേർഡ്സിലും അങ്ങനെ ഡിഫീറ്റിൻ്റെ ഇങ്ങോട്ട് അകത്തോട്ട് അവരെന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവർ ഇൻപുട്ട് തന്നിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇൻപുട്ട് നമുക്ക് പ്ലേസ് ചെയ്തിരുന്നു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 67, 54 താങ്ക്ഫുൾ മെസ്സേജ് ലിസ്റ്റിംഗ് അല്ലേ, 23, 45 നോൺ ബുക്ക് ലിസ്റ്റ്, 90 ക്വിറ്റ്, 88. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇതിൽ, ഹൗ മെനി സ്റ്റെപ്സ് വിൽ ബി റിക്വയർഡ് ടു ഗെറ്റ് ദ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. അപ്പോൾ എത്ര സ്റ്റെപ്സ് ആവശ്യമുണ്ട്, എങ്ങനെ പറയാമെന്ന് നോക്കിയാൽ എത്ര നമ്പേഴ്സും എത്ര വേർഡ്സും ഉണ്ടെന്ന് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ അതൊന്ന് കൗണ്ട് ചെയ്യുക. 67, 54. അപ്പോൾ 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ 6 നമ്പേഴ്സും ഉണ്ട്, 6 വേർഡ്സും ഇല്ലേ, 1, 2, 3, 4, 5, 6. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എത്ര, ഇപ്പം 6 വേർഡും 6 നമ്പേഴ്സും ആണെങ്കിൽ എത്ര സ്റ്റെപ്പ് തന്നെ വേണം, 6 സ്റ്റെപ്പ് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്ഷൻ ചെയ്ത് മാർക്ക് ചെയ്യാം, 6 എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് എല്ലാ കേസും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ നമുക്ക് മോസ്റ്റ് കേസസിൽ അത് തന്നെ പറയാം. ഇപ്പോൾ എത്ര സ്റ്റെപ്പും എത്ര നമ്പേഴ്സും എത്ര വേർഡ്സും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എത്ര സ്റ്റെപ്സ് റിക്വയർഡ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഇതിനകത്ത് ഈ ഒരു പാറ്റേണിൻ്റെ ബേസിസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ചോദ്യം നോക്കിയേ, വാട്ട് വിൽ ബി ദ ഫോർത്ത് എലമെൻറ്റ്, ഓക്കെ, what will be the fourth element from the left in the second step of the output. Okay, okay, അപ്പോൾ ഓപ്ഷൻസ് 45, 54 ക്വിറ്റ്, ബുക്ക് ലിസ്റ്റ്. ഓക്കെ, താങ്ക്ഫുൾ ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, സെക്കൻഡ് സ്റ്റെപ്പ് വരെ എത്തണം എന്തായാലും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഓൾറെഡി അറിയാമല്ലോ, നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് അറിയാമല്ലോ. ഏറ്റവും ചെറിയ നമ്പർ 23, അപ്പോൾ 23 ഈ എൻഡിൽ വെച്ചു, ലെഫ്റ്റ് എൻഡിൽ. റൈറ്റ് എൻഡിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരാൻ പോകുന്ന വേർഡ് ഇതിൽ ഏതാ, ബുക്ക് ലിസ്റ്റ് അല്ലേ, വേറെ ഒന്നും വരികയില്ല അല്ലേ. അപ്പോൾ ബുക്ക് ലിസ്റ്റിനെ ഏറ്റവും അറ്റത്ത് വെച്ചു കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ഫുൾ എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിച്ചോണേ. ഇപ്പം നമ്മളിപ്പോൾ മുഴുവൻ നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മുഴുവൻ സ്റ്റെപ്സും എഴുതണമെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബുക്ക് ലിസ്റ്റ് ആണ് ബി എന്ന് അറിയാലോ, അപ്പോൾ ആദ്യത്തെ ആൽഫബറ്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ ഫിക്സ് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളവരെ ഓർഡർ മാറ്റില്ല, അതേ രീതി ഫിക്സ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇവിടെ 54 വരും, സോറി 67, 54. താങ്ക്ഫുള്ളിനെ ഞാൻ ടി ആയിട്ട് മാത്രം എഴുതും കേട്ടോ. മെസ്സേജിനെ എം, ലിസ്റ്റിങ്ങിനെ ഞാൻ എൽ ആയിട്ട് വെച്ചു. 23 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, 45 ഇവിടെ, നോൺ ഇവിടെ വരും, ബുക്ക് ലിസ്റ്റ് അപ്പുറത്ത് കൊണ്ടുപോയല്ലോ, 90, പിന്നെ ക്യൂ ബി അല്ലേ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ, 23 കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ ഈ സെറ്റിൽ, 45, അത് ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ 23 ഇങ്ങോട്ട് മാറി. അതുപോലെ തന്നെ വേർഡ്സിൽ നോക്കിയേ, ബി ബുക്ക് ലിസ്റ്റ് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വേർഡ് ഏതായിരിക്കും ഇതിൽ നോക്കിയേ, താങ്ക്ഫുൾ ഉണ്ട്, മെസ്സേജ്, ലിസ്റ്റിംഗ്, നോൺ ഉണ്ട് അല്ലേ. ഓക്കെ, ക്വിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാ വരുന്നത്, കെ അല്ലേ, കെ കഴിഞ്ഞാണല്ലോ എല്ലാം വരുന്നത്, അപ്പോൾ നോൺ കേട്ടോ. അപ്പോൾ കെ ഇവിടെ വരും. ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ ഫിക്സ് ചെയ്യണം കേട്ടോ. ഇവിടെ 67, 54, ടി, എം, എൽ. ഓക്കെ, 45 കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ 90 ക്യൂ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പറയാം. സോ വിച്ച് വിൽ ബി ദ ഫോർത്ത് എലമെൻറ്റ് ഫ്രോം ദ ലെഫ്റ്റ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ദ, സോ ഫോർത്ത് എലമെൻറ്റ് ഫ്രോം ദ ലെഫ്റ്റ് ഇൻ സ്റ്റെപ്പ് 2. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ എലമെൻറ്റ് ഏതാണെന്ന് നോക്കി ഇവിടെ, ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ എലമെൻറ്റ് ഏതാ, 23 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർത്ത് എലമെൻറ്റ് അല്ലേ, സോറി മിസ്റ്റേക്ക് പറ്റി, ഫോർത്ത് എലമെൻ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നാലാമത്തെ എലമെൻറ്റ്, സോ അതേതാ, 54 കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ നോക്കി ഓപ്ഷനിലുണ്ട്, 54 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് ഇവിടെ വരും. ഓക്കെ, സോ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഇൻപുട്ടാണ് നോക്കി, ഇവിടെ നമ്പേഴ്സ് വെച്ച് മാത്രമുള്ള ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം, നമുക്ക് പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാം, നമുക്കൊരു ഐഡിയ കിട്ടും പെട്ടെന്ന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വന്നപ്പോൾ 12നെ അവർ എന്ത് ചെയ്തു, അപ്പോൾ 12 നമ്മൾ ശ്രദ്ധിച്ച് ഇതിനകത്തില്ല. ഓക്കെ, പക്ഷേ 12നെ അവർ സ്റ്റെപ്പ് 1 വെച്ചു, പിന്നെ റൈറ്റ് എൻഡിൽ നോക്കിയാൽ 19 വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ 12 ഏതിന് പകരം നോക്കി, 21ന് പകരം 12 എഴുതി. അപ്പോൾ 21ന് എന്താ പ്രത്യേകത, ഈ സെറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും ചെറിയ നമ്പറാണ് 20. അപ്പോൾ അതിനെ അവരെന്ത് ചെയ്തു, റിവേഴ്സ് ആയിട്ട് എഴുതിയിട്ട് അതിനെ ഫസ്റ്റ് പൊസിഷൻ ലെഫ്റ്റ് എൻഡിൽ വെച്ചു. റൈറ്റ് എൻഡിൽ 19 എന്ന് പറയുമ്പോൾ ഏതിന് പകരം 91. 91ൻ്റെ പ്രത്യേകത എന്താ, ഈ സെറ്റിലെ ഏറ്റവും വലിയ നമ്പറാണ് 91 കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ലെഫ്റ്റ് എൻഡ് ഇവിടെ എന്ത് ചെയ്തു, ഏറ്റവും ചെറിയ നമ്പറിനെ വെച്ചു, പക്ഷെ അതിനെ റിവേഴ്സ് ആക്കി വെച്ചാൽ നമ്പേഴ്സിനെ അവർ ഡിജിറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇവിടെ അത് തന്നെ, ഏറ്റവും വലിയ നമ്പറിനെ റൈറ്റ് എൻഡിൽ വെച്ചു, പക്ഷേ ആ ഡിജിറ്റ്സിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്തു കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അത് തന്നെ, അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ നമ്പർ എടുത്തു, പിന്നെ 90 എടുത്തു. സോ അങ്ങനെ അവർ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ അവർ 5 സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലോട്ട് അവർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നോക്കി, കറക്റ്റായിട്ട് അവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിലും അവർക്ക് എല്ലാ പോയിൻറ്റ്സും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എത്രയുണ്ടായിരുന്നു സ്റ്റെപ്പ്, 3, 6, 9, 11. ഓക്കെ, 11 നമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇൻപുട്ടിൽ. അപ്പോൾ അവർക്കത് 5 സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇൻപുട്ടൊന്ന് നോക്കാം അല്ലേ, ഇൻപുട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ ഒന്ന് സ്റ്റെപ്പ് 1 റിലേറ്റഡ് ആണ്, ഒന്ന് സ്റ്റെപ്പ് 3 റിലേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയേക്കാം. ഇൻ ദ സെൻസ് ഇവിടെ നമ്മൾ ഏറ്റവും ചെറിയ നമ്പറിനെ വെച്ചു, പിന്നെ അടുത്ത നമ്പർ വരുമ്പം അകത്തോട്ട് അപ്ലൈ ചെയ്യുന്നു അല്ലേ. ഇവിടെ അത് തന്നെ അകത്തോട്ട്, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അകത്തോട്ടേക്ക് നമ്മൾ കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം അല്ലേ.
ഓക്കെ, അപ്പോൾ നോക്കിയേ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണം നോക്കാം. ഇവിടെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് എത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം ആദ്യം. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ നോക്കി, ഈ സെറ്റിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതായിരുന്നു? 12. ഓക്കെ, അപ്പോൾ അതിനെ റിവേഴ്സ് എഴുതുമ്പോൾ എത്രയായി? 21. ഏറ്റവും വലിയ നമ്പർ ഏതാ? 97. അതിനെ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? 79. ഓക്കെ, ഇനി ബാക്കിയുള്ളവരെ അപ്പോൾ എന്ത് ചെയ്യുക? അതേ ഓർഡർ മാറ്റില്ല, അതേ ഓർഡറിൽ എഴുതുന്നത് കേട്ടോ. അപ്പോൾ 76, 67, ഓക്കെ, 84, 70, 33, 32, 21 നമ്മൾ കൊണ്ടുപോയത്, സോറി 12 കൊണ്ടുപോയായിരുന്നു, അപ്പോൾ 21 എഴുതാം. പിന്നെ 34, 97 നമ്മൾ എടുത്തായിരുന്നു, അപ്പോൾ 28. 3 സ്റ്റെപ്പ് വേണം അല്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? 12 കഴിഞ്ഞ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 21. അപ്പോൾ അതിനെ തിരിച്ചു, അപ്പോൾ ഇത് 12, 21. ഓക്കെ, ഇനി 97 കഴിഞ്ഞ ഏറ്റവും വലിയ നമ്പർ ഏതാ ഇതിൽ? 90s പിന്നെ നമ്പർ ഇല്ല, പിന്നെയുള്ളത് 80, 84. ഓക്കെ, ഇപ്പോൾ 84ന് തിരിക്കണം അല്ലേ? 84ന് തിരിച്ചാൽ എങ്ങനെ എഴുതും? 48 എന്ന് എഴുതും. ഓക്കെ, ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ എഴുതുക കേട്ടോ. അപ്പോൾ 12, അപ്പോൾ ഇത് 76, 67, 84നെ കൊണ്ടുപോയി, 70, 33, 32, 21നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയായിരുന്നു, അപ്പോൾ 34, 28. ഓക്കെ, ഇനി ഒരു സ്റ്റെപ്പും കൂടി എഴുതാം, കാരണം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 21 കഴിഞ്ഞ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 28 കേട്ടോ. അപ്പോൾ അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 82, 12, 21. ഓക്കെ, ഇനി ഇവിടെ 79, 48. ഓക്കെ, അപ്പോൾ 84 കഴിഞ്ഞ ഏറ്റവും വലിയ നമ്പർ ഏതാ ഇതിൽ? 84 കഴിഞ്ഞ ഏറ്റവും വലിയ നമ്പർ പിന്നെ 70 നോക്കണ്ട അല്ലേ? 76. 76നെ തിരിച്ച് എങ്ങനെ എഴുതാം? 67. ഇനി ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ വെക്കുക കേട്ടോ. അപ്പോൾ 76 നമ്മളിങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ 67 വരും, 70 വരും, 33 വരും, 32 വരും, 34 കുഴപ്പമില്ല അല്ലേ? 14 വരും, 28ന് നമ്മൾ ഇപ്പുറത്തോട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം 3 സ്റ്റെപ്പ് നമ്മൾ ക്വസ്റ്റ്യൻ എത്രയാണ് ആവശ്യം ഇത്രയും സ്റ്റെപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തു കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വിൽ ബി ദ സെക്കൻഡ് നമ്പർ ഫ്രം ദ റൈറ്റ് എൻഡ് ഓഫ് ദ ലൈൻ ഇൻ സ്റ്റെപ്പ് 3. അപ്പോൾ സെക്കൻഡ് നമ്പർ ഫ്രം ദ റൈറ്റ് എൻഡ് ഓഫ് ദ ലൈൻ ഇൻ സ്റ്റെപ്പ് 3. അപ്പോൾ റൈറ്റ് എൻഡിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ ഏതാ? 48 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസിലി ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 48. അപ്പോൾ ഇതിൽ ആ പാറ്റേൺ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാറ്റേൺ കണ്ടുപിടിക്കുന്നു, പ്ലസ് നമ്മൾ സ്റ്റെപ്സ് കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും എഴുതുന്നതിലോ മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മുടെ ആൻസർ തെറ്റാനുള്ള സാധ്യതകൾ കൂടുതൽ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് 1 റിലേറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയത് സ്റ്റെപ്പ് 1 ഞാൻ ഒന്നുകൂടി നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം, കാരണം ഓക്കെ സ്റ്റെപ്പ് 1 ഒന്നുകൂടി ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, എന്തായിരുന്നു പോയിന്റ്? 12നെ എടുത്ത് 21 ആക്കി, 97നെ എടുത്ത് 79 ആക്കി കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരെ നമ്മൾ അതേ രീതിയിൽ അറേഞ്ച് ചെയ്യുമല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ 76, 67, 84, 70, 33, 32, 21, 34, 28 അല്ലേ. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ ഫിഫ്ത്ത് നമ്പർ ഇൻ സ്റ്റെപ്പ് 1 ഫ്രോം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 5ാമത്തെ നമ്പർ കേട്ടോ. 5ാമത്തെ നമ്പർ ഏതാ? നോക്കി, ലെഫ്റ്റിൽ നിന്ന് 5ാമത്തെ നമ്പർ 70 കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ അതുണ്ട്. സോ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാം, 70. ഓക്കെ, സോ ഈ സെറ്റ് കിട്ടിയല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത സെറ്റ് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റ് നോക്കി, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്, നമ്പേഴ്സും ഉണ്ട് അതുപോലെ തന്നെ വേർഡ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പാറ്റേൺ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തേക്കുന്നവർ നോക്കി, ഈ സെറ്റിൽ ഏറ്റവും വലിയ നമ്പർ 68നെ ഇവിടെ പ്ലേസ് ചെയ്തു ലെഫ്റ്റ് എൻഡിൽ. റൈറ്റ് എൻഡിൽ എന്ത് ചെയ്തു നോക്കി, റൈറ്റ് എൻഡിൽ അവർ ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ലെഫ്റ്റ് എൻഡിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഏറ്റവും വലിയ നമ്പറിനെ വെച്ചു, പ്ലസ് നോക്കിയ പൈലറ്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ഈ സെറ്റ് ഓഫ് വേർഡ്സിൽ ഏറ്റവും ആൽഫബറ്റിക്കലി ഏറ്റവും അവസാനം വരുന്ന വേർഡായിരിക്കും പൈലറ്റ്. അതിനെയും കൂടി അതിൻ്റെ ഇപ്പുറത്ത് ഫിക്സ് ചെയ്തു കേട്ടോ. പ്ലസ് വേറെ എന്താ ചെയ്തേക്കുന്നത് ഇവിടെ? വേറെ ഇപ്പോൾ 68 പൈലറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ നോക്കിയാൽ?
ഗ്ലാസ് 12, 92, ലൈറ്റ്സ് 66, നമ്പേഴ്സ് 11. ഓക്കെ, അപ്പോൾ ആ രണ്ട് ചേഞ്ചസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, രണ്ട് കാര്യങ്ങൾ ലെഫ്റ്റ് എൻഡിൽ തന്നെ വെച്ചു. ആദ്യം ഏറ്റവും വലിയ നമ്പറിനെ വെച്ചു, അതിൻ്റെ ഇപ്പുറത്ത് ആൽഫബറ്റിക്കലി ഏറ്റവും അവസാനം വരുന്ന വേർഡ് ഏതാണ് അതിനെ പ്ലേസ് ചെയ്തു കേട്ടോ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയാൽ 68 കഴിഞ്ഞ ഏറ്റവും വലിയ നമ്പർ 66. പിന്നെ ആൽഫബറ്റിക്കലി നമ്മൾ നോക്കിയാൽ അടുത്ത് വരുന്ന വേർഡ് ഏതായിരിക്കും, നമ്പേഴ്സ് കേട്ടോ. അപ്പോൾ നമ്പേഴ്സ് വെച്ചു. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഓരോ സ്റ്റെപ്പിൽ അവർ അങ്ങനെയാണ് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ 5 സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്തു, അവരത് അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പാറ്റേൺ ഈസിലി മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് റിലേറ്റഡ് നമ്മളൊരു ഇൻപുട്ട് വെച്ചിട്ടുണ്ട്, ആ ഇൻപുട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കി നമുക്ക് ഇൻപുട്ട് എന്താ തന്നേക്കുന്നത്, 23 ഹൈറ്റ്, പെൻസിൽ 54, 89 വേജ്, ലൂപ്പ് 61, 92 മർച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പ് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് എന്തായിരുന്നു, ഏറ്റവും വലിയ നമ്പറിനെ എടുക്കണം അല്ലേ. അതുപോലെ തന്നെ ആൽഫബറ്റിക്കലി ഏറ്റവും അവസാനം വരുന്നത്. അപ്പോൾ W ഞാൻ ഫുൾ വേർഡ് എഴുതുന്നില്ല, ഫസ്റ്റ് ആൽഫബറ്റ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ വെച്ച്. അപ്പോൾ 23 HP, 54, 89 വേജ് നമ്മൾ ഓൾറെഡി എടുത്തു, ലൂപ്പ് L 61, പിന്നെ 92 നമ്മൾ എടുത്തായിരുന്നു, പിന്നെ മെർച്ച്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തായിരിക്കും പോയിന്റ്, ഈ 92W നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. 92 കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ഏതായിരുന്നു സെറ്റിൽ നോക്കിയാൽ, 92 കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ 89. അപ്പോൾ 89 ആദ്യം എഴുതി, പ്ലസ് ആൽഫബറ്റിക്കലി W കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വേർഡ് ഏതായിരിക്കും ഇതിൽ, M ഉണ്ട്, L ഉണ്ട്, P ഉണ്ട്, H ഉണ്ട്. ഓക്കെ, സോ ഓബിയസ്ലി P തന്നെ, അപ്പോൾ P ഇവിടെ വരും കേട്ടോ. ബാക്കി ഉള്ളവരെ അതേ ഓർഡറിൽ എഴുതണേ. ഓക്കെ, അപ്പോൾ ഇവിടെ 23 H. ഓക്കെ, P അങ്ങോട്ട് പോയി, സോ 90, 54, 89 പോയി, L 61. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതണം. ഇപ്പോൾ തേർഡ് സ്റ്റെപ്പ് കൂടി എഴുതാം. അപ്പോൾ ഇവിടെ 89 P ഇങ്ങോട്ട് മാറി, പ്ലസ് 92W മാറ്റമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 89 കഴിഞ്ഞ ഏറ്റവും വലിയ നമ്പർ ഏതായി സെറ്റിൽ നോക്കിയേ, 61. അപ്പോൾ 61 എടുത്തു, പ്ലസ് W എടുത്തു, P എടുത്തു അല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ ആൽഫബറ്റിക്കലി നോക്കുക ഏറ്റവും വലിയ, അല്ലെങ്കിൽ അടുത്ത് വരേണ്ട റിവേഴ്സ് ആൽഫബറ്റിക്കലോട് അല്ലേ. അപ്പോൾ M ഉണ്ട്, L ഉണ്ട്, H ഉണ്ട് കേട്ടോ. അപ്പോൾ ഓബിയസ്ലി M തന്നെ, അപ്പോൾ M ഇവിടെ വെച്ചു. ഓക്കെ, ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. സോ 23 H, 54 എടുക്കണം, പിന്നെ L, ബാക്കിയുള്ളവരെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റെപ്പ് വരെ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ തേർഡ് എലമെൻറ്റ് ഫ്രം ദ ലെഫ്റ്റ് ഇൻ സ്റ്റെപ്പ് 3. ഇപ്പോൾ സ്റ്റെപ്പ് 3യിൽ ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ എലമെൻറ്റ് കേട്ടോ. അപ്പോൾ അതേതാന്ന് നോക്കിയേ, 89 കേട്ടോ. ഓക്കെ, നമുക്കിവിടെ ആൻസർ ഉണ്ട്, C ഓപ്ഷനാണ് കറക്റ്റ്, 89 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ഹൗ മെനി സ്റ്റെപ്സ് ആർ റിക്വയർഡ് ടു ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് മനസ്സിലായത്, എത്ര സ്റ്റെപ്പ് വേണമെന്ന് നോക്കിയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ 1, 2 അല്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ ഇൻപുട്ട് വെച്ച് നമുക്കത് പറയാം അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എത്ര വേർഡ് നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5. 5 നമ്പേഴ്സും 1, 2, 3, 4, 5. 5 ഏതുണ്ട്, വേർഡ്സും ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. സോ 5 സ്റ്റെപ്പ് കൊണ്ട് നമ്മുടെ പ്രോസസ്സ് കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. സോ 5 സ്റ്റെപ്സാണ് ഇവിടെ ആവശ്യം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ അറേഞ്ച് ചെയ്ത് നോക്കാം. അറേഞ്ച് ചെയ്താലും നമുക്ക് മനസ്സിലാവും 5 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് എത്താം കേട്ടോ. ഓക്കെ, അടുത്ത സെറ്റ് നോക്കാം അല്ലേ. നെക്സ്റ്റ് സെറ്റിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻപുട്ടാണ്, വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം, സ്റ്റെപ്പ് വൈസ് പോവാം. ആദ്യം വിന്നാണ് എടുത്തേക്കുന്നത്. വിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. വിന്ന് ആൽഫബറ്റിക്കലി നോക്കിയാൽ ഏറ്റവും അവസാനം വരുന്ന വിന്ന. വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല അല്ലേ. ട്രീറ്റ്, സെലിബ്രേറ്റ്, ഹൗസ്, ഗെയിം, വേറെ ചേഞ്ച് ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് അവരെന്താ ചെയ്തേക്കുന്നത്, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അല്ല, ട്രോഫീനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ. ട്രോഫീനെ അവർ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ആൽഫബറ്റിക്കലി നമുക്കറിയാം
വിൻ കഴിഞ്ഞ് അടുത്ത് വരുന്ന വേർഡായിരിക്കും ഇത് ട്രോഫി കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രോഫീനെ അവർ ഇവിടെ ഫിക്സ് ചെയ്തു കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ട്രീറ്റ്. ഓക്കെ, ഇപ്പോൾ ട്രോഫീനെ ഒന്ന് നോക്കാം. ട്രോഫീനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, പിന്നെ ബാക്കിയുള്ളവർ നോക്കി അതേ ഓർഡറിലാണ് പോയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൽഫബറ്റിക്കലി ഏറ്റവും റിവേഴ്സ് ആൽഫബറ്റിക്കലോട്ട് ആദ്യം വരുന്ന വേർഡിനെ ഫസ്റ്റ് ഫിക്സ് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ അത് കഴിഞ്ഞുള്ള വേർഡ് അല്ലേ, അത് കഴിഞ്ഞ് നോക്കി. അത് കഴിഞ്ഞ് അവരെന്താ ചെയ്തേക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ട്രീറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് വന്നു അല്ലേ. അതുകൊണ്ട് ട്രോഫി കഴിഞ്ഞ അടുത്ത ട്രീറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ ട്രീറ്റ് നമ്മളൊന്നും ചെയ്തില്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റായിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ കിട്ടി. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ട്രീറ്റ് വെച്ചു, പിന്നെ തേർഡ് സ്റ്റെപ്പിൽ സ്പോർട്സ് വെച്ചു, പിന്നെ ഹൗസ്, പിന്നെ ഗെയിം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ സെലിബ്രേറ്റ് ഓട്ടോമാറ്റിക് കേട്ടോ. അപ്പോൾ ഇവിടെ 5 സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്തു ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഇത് റിലേറ്റഡ് അവരെന്താ ചോദിച്ചേക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്. സോ ആദ്യം എത്ര സ്റ്റെപ്സ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇൻപുട്ട് ഗ്രീൻ, യെല്ലോ, ബ്ലൂ, ഓറഞ്ച്, റെഡ്, പർപ്പിൾ, വൈറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ ഏത് വേർഡിനായിരിക്കും ഇതിൽ എടുക്കാൻ പോകുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റിക്കലി ഏറ്റവും അവസാനം വരുന്ന ആരാ? വൈ ആണ്. സോ വൈനെ ആദ്യം എടുക്കുന്നു, ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ വെക്കുന്നു കേട്ടോ. അപ്പോൾ GBORPW. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 എന്തായിരുന്നു പ്രോസസ്സ്? വൈയുടെ ഇപ്പുറത്ത് ഡബ്ല്യുവിനെ വെക്കണം, ബാക്കിയുള്ളവരെ അതേ ഓർഡർ GBORP. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് നോക്കിയേ. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും നമ്മൾ? YW. ഓക്കെ, ഡബ്ല്യു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ആരാ? PQR അല്ലേ, 6. പിന്നെ GBOP. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പിൽ ഇനി ഇപ്പുറത്തോട്ട് പീനെ കൊണ്ടുവരാം. അപ്പോൾ YWRP GBO അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വരും? ഫിഫ്ത്ത് സ്റ്റെപ്പ് നോക്കിയാൽ YWRP ഓനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ GBA കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് നമുക്ക് കിട്ടി, കാരണം GB കറക്റ്റ് ഓർഡറിലായി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 5 സ്റ്റെപ്പ് മതി. 5 സ്റ്റെപ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മുഴുവൻ വേർഡ് എഴുതണം എന്നില്ല, ജസ്റ്റ് നമുക്കറിയാം ഫസ്റ്റ് ആൽഫബറ്റ് അല്ലേ, ആ വേർഡിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് വെച്ചാണല്ലോ പാറ്റേൺ. അപ്പോൾ അത് മാത്രം നമ്മൾ എഴുതിയിട്ട് നമുക്ക് മനസ്സിലായി 5 സ്റ്റെപ്പ് കൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് നമ്മുടെ പാറ്റേൺ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2നെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻപുട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് റിലേറ്റഡ് ആണ്. സോ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടി ഒന്ന് എഴുതിയേക്കാം. നമ്മളെന്താ ചെയ്തത്? ഫസ്റ്റിൽ വൈന് യെല്ലോ വെച്ചു, അപ്പോൾ GBORPW. സെക്കൻഡ് സ്റ്റെപ്പിൽ വൈയുടെ ഇപ്പുറത്ത് W വന്നു, അപ്പോൾ GBORP. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് വേർഡ് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ഓറഞ്ച് ആൻഡ് പർപ്പിൾ? O ആൻഡ് പിയുടെ ഇടയ്ക്ക് ഏത് വേർഡാണ്? അപ്പോൾ R എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? റെഡ് ആണ്. സോ ആൻസർ ഇവിടെ ഈസിയാണ്, ഓപ്ഷൻ എ റെഡ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം ഈസി പാറ്റേൺ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ പെട്ടെന്ന് ചെയ്ത് പോകാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ ടോട്ടൽ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻപുട്ട് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇൻപുട്ട് നോക്കി, ഇവിടെ രണ്ടിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. സോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി ഓരോ സ്റ്റെപ്പിൽ എന്താ ചെയ്തേക്കുന്നത്? ഫസ്റ്റ് വാട്ട് എന്ന് പറയുന്ന വേർഡിനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, അതെവിടെ അറേഞ്ച് ചെയ്തു? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ അറേഞ്ച് ചെയ്തു. പിന്നെ വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ കൂടെ തന്നെ 75നെയും കൂടി ഇപ്പുറത്ത് പ്ലേസ് ചെയ്തു. അപ്പോൾ വാട്ടിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ആൽഫബറ്റിക്കലി ഏറ്റവും അവസാനം വരുന്ന വേർഡാണ് വാട്ട്. സോ വാട്ടിനെ അറേഞ്ച് ചെയ്തു. പിന്നെ 75 അറിയാമല്ലോ, നമ്മൾ നോക്കിയാൽ ഓർഡർ വൈസ് ഏറ്റവും വലിയ നമ്പറാണ് 75 കേട്ടോ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരേ സൈഡിൽ തന്നെ വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പിലോട് വരുമ്പോൾ നോക്കിയാൽ ടവറിനെ വെച്ചു 52, പിന്നെ സം 45നെ വെച്ചു. ഓക്കെ, പിന്നെ ഡൗൺ 32, ഓൾ 31, ഐസ് 29. ഓക്കെ,
അപ്പോൾ ആദ്യം വേർഡ്, പിന്നെ ഇപ്പുറത്ത് അപ്പോൾ ആൽഫബറ്റിക്കലി ഏറ്റവും വലിയ വേർഡ്, ഇപ്പുറത്ത് ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, അങ്ങനെ അതിനെ ഡിക്രീസിങ് ഓർഡറിൽ പ്ലേസ് ചെയ്തേക്കുവാണ് ഓരോ സ്റ്റെപ്പിൽ. അപ്പോൾ ഇവർക്ക് 6 സ്റ്റെപ്പാണ് ഇവിടെ വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇൻപുട്ടിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇൻപുട്ട് ചോദിച്ചേക്കുന്നത്, ഇൻപുട്ട് എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ മെനി സ്റ്റെപ്സ് ആർ റിക്വയർഡ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാമല്ലോ നോക്കി. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 നമ്പേഴ്സും ഉണ്ട്, 6 വേർഡ്സും ഉണ്ട്. അപ്പോൾ 6 സ്റ്റെപ്പ് മതി കേട്ടോ. അപ്പോൾ 6 സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 6 സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിലോട്ട് എത്താൻ പറ്റും കേട്ടോ. അത് ക്ലിയറാണ്. ഓക്കെ, സോ ഇത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കണം. സോ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി അറ്റ് ദ 7th പൊസിഷൻ ഫ്രോം ദ റൈറ്റ് ഇൻ സ്റ്റെപ്പ് 4. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 4 വരെ എന്തായാലും എത്തണമല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ മെൻഷൻ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ വേർഡ് അറേഞ്ച് ചെയ്യുന്നു, പിന്നെ നമ്പർ കേട്ടോ. അപ്പോൾ ആൽഫബറ്റിക്കലി ഏറ്റവും അവസാനം വരാൻ പോകുന്ന വേർഡ് ഏതാ ഇതിൽ? നമ്മൾ ഫസ്റ്റ് ആൽഫബറ്റ് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും യു ആണ് അല്ലേ? യു മുമ്പ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ യു ആദ്യം വെച്ചു. പിന്നെ ഏറ്റവും വലിയ നമ്പർ ഇതിലേതാ? 83. അപ്പോൾ 83 ഇങ്ങോട്ട് കേട്ടോ. ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഈ 54, ഐ 83 നമ്മൾ എടുത്തു. സോ ഓ ടി 25, 79, 100 നമ്മൾ എടുത്തല്ലോ ഓൾറെഡി അല്ലേ. ക്ലോസ് 57, പ്രൈസ് 12. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 നോക്കാം. നമുക്ക് എത്ര സ്റ്റെപ്പ് എത്തണം? 4 സ്റ്റെപ്പ് എത്തണം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതകത്തോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ യു 83 അകത്തോട്ടായി, അല്ല സോറി തിരിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കേസ് അവരെവിടെ പ്ലേസ് ചെയ്തിരുന്നത്? 3rd and 4th പൊസിഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ 100 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വേർഡ് ഏതായിരിക്കും? 100 കഴിഞ്ഞാൽ നോക്കിയാൽ ഓക്കെ, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഓ, അപ്പോൾ ടി ആയിരിക്കും അല്ലേ. അപ്പോൾ ടൗൺ ഇവിടെ. പിന്നെ 83 കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 17. ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ പ്ലേസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇ അല്ല, ഇ 54, ഐ, ഓ, ടി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. 25, സി 57, P2. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 3 നോക്കാം. അപ്പോൾ യു 83, ടി 17. ഓക്കെ, അപ്പോൾ ടി കഴിഞ്ഞാൽ അടുത്ത വരുന്ന വേർഡ് ഏതാ? പ്രൈസ് ആണ്. സോ പി. ഓക്കെ, പിന്നെ 79 കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 57. അപ്പോൾ അതും കൂടി അറേഞ്ച് ചെയ്യും കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ എഴുതണേ. സോ ഇവിടെ ഇ 54, ഐ, ഒ 25, സി പി 57 അങ്ങോട്ട് പോയി. അപ്പോൾ 12 കേട്ടോ. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടി അറേഞ്ച് ചെയ്യണം നമുക്ക്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4 നോക്കുവാണെങ്കിൽ സോ യു 83 ഓക്കെ, നമ്മുടെ ടി 79 ഓക്കെ അല്ലേ, പിന്നെ പി 57 ഓക്കെ. ഓക്കെ, ഇനി അടുത്ത ഏതാ വരുന്നത്? പ്രൈസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് ഇനി ഓപ്ഷൻസ് ഉള്ള ക്ലോസ്, ഔട്ട്, ഇൻറ്റർ, ഈക്വൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒ തന്നെയാണല്ലേ ആദ്യം നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഒ 53 കഴിഞ്ഞ ഏറ്റവും വലിയ നമ്പർ, സോറി 57 കഴിഞ്ഞ ഏറ്റവും വലിയ നമ്പർ ഏതാ? 54 കേട്ടോ. അത് രണ്ടും എഴുതി. ഇനി ബാക്കിയുള്ളവരെ അതേ ഓർഡറിൽ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒയും 54 ഇവിടെ. അപ്പോൾ ഈ ഇവിടെ ഐ, ഒ നമ്മളിങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു. 25, സി 12. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. എന്താണ്? വിച്ച് വുഡ് ബി അറ്റ് ദ 7th പൊസിഷൻ ഫ്രോം ദ റൈറ്റ് ഇൻ സ്റ്റെപ്പ് 4. അപ്പോൾ റൈറ്റിൽ നിന്ന് 7ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7. ഓ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഔട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 ഓപ്ഷനിൽ ഔട്ടില്ല. അപ്പോൾ ആൻസർ ഏത് ഓപ്ഷൻ ആയിരിക്കണം? ഓപ്ഷൻ ഇ ആയിരിക്കണം, നൺ ഓഫ് ദീസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ എക്സാമിന് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് അതൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, നമ്മൾ നോക്കിയ പാറ്റേൺസ് ഒക്കെ നോക്കുക. ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒബ്വിയസ്ലി നമുക്ക് പ്രാക്ടീസ് പാറ്റേണിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാമിൽ ക്രാക്ക് ചെയ്യാവുന്ന ഒരു ടോപ്പിക്ക് തന്നെ ഇൻപുട്ട് ഔട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ എന്ന് നോക്കാം. ഇന്നത്തെ സെഷൻ നമുക്ക് എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.